വെൽക്കം ടു PSC പ്രാക്ടീസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ PSC പഠിച്ച് മടുത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്തിനെന്ന് വെച്ചാൽ കുറേ കാലം പഠിച്ചിട്ടുണ്ടാകും അല്ലേ, എത്രയോ വർഷം പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു എക്സാമും കൃത്യമായിട്ട് നമുക്കൊരു ലിസ്റ്റിൽ ഇടം നേടാനോ ഇത് ക്രാക്ക് ചെയ്യാനോ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ചുറ്റിനുള്ളവരും അതായത് നാട്ടുകാരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, വീട്ടുകാരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, ഇത്ര കാലം പഠിച്ചില്ലേ, എന്താണ് നിനക്ക് മാത്രം കിട്ടാത്തേ, ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ, നീ എന്തിനാ സമയം വെറുതെ പഠിച്ചുകൊണ്ട് പോകാനാണോ ക്ലാസ്സിന് പോകുന്നത് എന്നിങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ആത്മാർത്ഥമായി പഠിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഒരു ഫംഗ്ഷന് പോകാൻ പോലും നമുക്കൊരു മടിയായിരിക്കും. അങ്ങനൊരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് കേട്ടോക്കും, നമ്മുടെ ഒരു പുതിയൊരു വർഷം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ആ രീതിയിൽ നിന്ന് മാറി പുതിയൊരു രീതിയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഈ വർഷം എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുക? അതിന് ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഇത്ര കാലം പഠിച്ചു, അത് എന്തൊക്കെ റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് മാറ്റേണ്ട ഒരു സമയമാണ് ഈ വർഷം. ആദ്യം തന്നെ നിങ്ങൾ സ്വയം പഴിചാരാതിരിക്കുക. അതായത് എനിക്ക് മാത്രം എന്താ കിട്ടാത്തത്, ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് ഭാഗ്യമില്ല, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടാത്തതെന്ന് സ്വയം ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത്. ഓക്കെ, അതിൽ നമ്മൾ പഠിച്ചതിൽ ചില തെറ്റുകളുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞു, അപ്പോൾ ഇനിയുള്ള സമയം നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണ് വേണ്ടത്. ഇത്ര കാലം പഠിച്ചിട്ട് ഇനി വയ്യ, ഇനി മുന്നോട്ട് പോകുന്നില്ല, PSC ഒക്കെ നിർത്തുകയാണെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇത്ര കാലം പഠിച്ചതിനൊരു എഫക്റ്റീവായിട്ടൊരു ജോബ് നേടുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഇനി ക്രാക്ക് ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്? ആദ്യം പഠിച്ചു തുടങ്ങുന്നവർക്ക് ഈസിയാണ്, ഒന്നും അറിയില്ല, എല്ലാ ഭാഗങ്ങളും പുതുതായിട്ട് പഠിക്കാം. പക്ഷേ പഠിച്ച് പകുതി എത്തിയവർ ഇനി എങ്ങനെയാണ് പഠിച്ചെടുക്കുക എന്നാണ് അതിന് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ചിലപ്പോൾ പഠിക്കുന്നവർക്ക് എല്ലാ സാഹചര്യവും ഒത്തുപോകുന്നവരായിരിക്കും, കൃത്യമായി ക്ലാസ്സിന് പോകുന്നവരായിരിക്കും. ചിലവർക്ക് കുട്ടികളുണ്ടാകാം, അതുകൊണ്ട് പഠിക്കാൻ കഴിയാത്തതുണ്ടാവും. വീട്ടിലെ സാഹചര്യം കൊണ്ട് നെഗറ്റീവായവരുണ്ടായിരിക്കും. അങ്ങനെ പല ജീവിത സാഹചര്യം ഉള്ളവരായിരിക്കും ഇത് കേൾക്കുന്നുണ്ടാവുക. പക്ഷേ എല്ലാവരുടെയും എയിം എന്ന് പറയുന്നത് ഒന്നാണ്. നന്നായിട്ട് സമയം കിട്ടുന്നവർക്കും സമയമില്ലാത്തവർക്കും പ്രശ്നങ്ങളുള്ളവർക്കും എല്ലാവരുടെയും എയിം എന്ന് പറയുന്നത് ആ PSC കിട്ടുക, ഒരു ജോലി നേടുക എന്നുള്ളത് മാത്രമാണ്. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് എല്ലാവരും അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമായതുകൊണ്ട് കാര്യമില്ല, നമ്മളെല്ലാവരും ഒരേ പാതയിലേക്കാണ് പോകുന്നത്. പലവർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ആ ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള നിങ്ങളുടെ സമൂഹം നോക്കിക്കാണുന്ന രീതി അത് വളരെ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും ജോലി കിട്ടിയിട്ട് നമ്മൾ ഏൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അത് വളരെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നിങ്ങൾ ഫീൽ ചെയ്യും. കാരണം എന്താ, ഈ വർഷത്തെ ജോലി നമ്മൾ നേടിയെടുക്കും. ഈ വർഷത്ത് നടക്കുന്ന എക്സാംസ് നമ്മൾ ക്രാക്ക് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കും. ഓക്കെ, അതിന് ഞാൻ പറയുന്ന ചില പൊടിക്കൈകൾ നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്കുക, അതായത് ചെയ്ത് നോക്കി നോക്കുക. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ്. നിങ്ങൾക്ക് എത്ര സമയം PSCക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി നിർത്താൻ സാധിക്കും അല്ലേ? അതിന് കൃത്യമായിട്ടൊരു ദിവസവും ഇത്ര സമയം നിങ്ങൾ മാറ്റി നിർത്തുക. കുറച്ച് കാലം എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ മാറ്റി നിർത്തുക. അതായത് ഈ സിനിമയ്ക്ക് പോവുക, അതായത് ഫങ്ഷൻസ്, ചിലതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തതുണ്ടായിരിക്കും, അത് ഞാൻ പറയുന്നില്ല. പല എൻ്റർടൈൻമെൻറ്റ് പരിപാടികളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ഒരുപാടുണ്ട് ഇല്ലേ. പുറത്ത് പോവുക, അങ്ങനെയുള്ളതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് കൂടുതൽ സമയം PSCക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തുക. അതായത് ഡെയിലി ഇത്ര മണിക്കൂർ ഞാൻ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കും എന്ന് സ്വയം ഒരു ഫിക്സ് ചെയ്യുക. ഓക്കെ, ഈ സമയം ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക.
ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ സമയത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സമയം സെറ്റ് ചെയ്യുക. ചില സമയത്ത് ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രാവിലെ എണീച്ചിട്ട് ഒരുപാട് കരച്ചിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ സമയം കുട്ടിയോട് കൂടി ചിലവഴിച്ചിട്ട് രാത്രി ഉറങ്ങുന്ന സമയം നമ്മൾ യൂസ് ചെയ്യുക. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടെങ്കിൽ പോലും എന്തായാലും നമുക്കായിട്ടൊരു സമയം കിട്ടാതിരിക്കുകയില്ല. ആ സമയം നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഒരു കൃത്യം ഒരു ടൈം പീരീഡ് PSCക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. ഇനി നിങ്ങൾ ഇത്ര കാലം പഠിച്ചതിൻ്റെ നിലവാരം അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറോ തിരഞ്ഞെടുക്കുക. എന്നിട്ട് കൃത്യം ഒരു 90 മിനിറ്റ്സ് മാറ്റി വെച്ചിട്ട് OMR ഷീറ്റിൽ ഒരു എക്സാം ചെയ്ത് നോക്കുക. ഓരോ ടോപ്പിക്സിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിൽ നിങ്ങൾക്ക് എത്ര ആൻസർ ചെയ്യാൻ സാധിച്ചു, കൃത്യമായി ആൻസർ ചെയ്യാൻ സാധിച്ചു എന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് അതിൽ മനസ്സിലാവും. ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾ വീക്കായിട്ടുള്ളത്, സ്ട്രോങ് ആയിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ വീക്കായിട്ടുള്ള ഭാഗത്ത് നമ്മൾ കൂടുതൽ ടൈം കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ദിവസം ഒരു 6 മണിക്കൂർ PSCക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങളുടെ വീക്ക് സബ്ജക്ട്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇതുപോലെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ തെറ്റിയ ക്വസ്റ്റ്യൻസിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സും അതേപോലെ തന്നെ ആ ടോപ്പിക്കും പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ വീക്കായിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ പഠിച്ച് സ്ട്രോങ് ആവാൻ തുടങ്ങും. കാരണം കൂടുതൽ മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പിന്നീട് സാധിക്കും. മാർക്കിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് എൻ്റെ എക്സ്പീരിയൻസിലുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളത് റിവിഷനാണ്. നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കുറേ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് നമ്മുടെ എക്സാംസിന് യൂസ് ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് റിവിഷൻ ചെയ്തേ പറ്റുള്ളൂ, ഈസി ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരാൻ. റിപ്പീറ്റായിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. റിവിഷൻ എങ്ങനെ ചെയ്തെടുക്കണം എന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ സിലബസ് നോക്കിയിട്ട് നല്ല മാർക്ക് വരുന്ന ടോപ്പിക്സിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ, ഇത്രയും കാലം പഠിച്ചു, ഇനി ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഈ വർഷത്തെ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കണം. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യുക. ഈ വർഷത്തെ ജോലി നിങ്ങൾക്കുള്ളതായിരിക്കും. താങ്ക് യു.